അച്യുതൻ, ഈ കേസുമായി ബന്ധപ്പെട്ട വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടുണ്ടോ? ദിലീപ്കുമാർ, ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നൊരു ആവശ്യം കൂടി ആന്റണി രാജു മുന്നോട്ട് വെച്ചെങ്കിലും അതും അംഗീകരിച്ചില്ല. ഒപ്പം തന്നെ ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന പ്രധാന ആവശ്യമാണ് മുൻനിർത്തിയത്. ഈ രണ്ട് ആവശ്യങ്ങളിലാണ് സുപ്രീം കോടതി ഇടപെടാത്തത്. മറിച്ച് ഈ അപ്പീൽ തള്ളുന്നു എന്നായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് വ്യക്തമാക്കിയത്. വിശദമായ അല്ലെങ്കിൽ ഒരു വാദങ്ങളിലേക്ക് കോടതി കടന്നില്ല, മറിച്ച് ഇടപെടാനില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യവും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യം, രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കാതെ ഈ അപ്പീൽ തള്ളിയിരിക്കുന്നത്. എന്തായാലും 3 വർഷത്തെ ഈ തടവ് അത് മരവിപ്പിക്കണം, ആ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവസാന പ്രതീക്ഷയായി സുപ്രീം കോടതി ആന്റണി രാജു സമീപിച്ചത്. കാരണം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറിയുന്നത് പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഭാവി എന്താകും എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ആന്റണി രാജുവിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഇടപെടാനില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ പിൻവലിക്കണം അല്ലെങ്കിൽ അത് നീക്കണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചെങ്കിലും അതിലും അനുകൂല വിധി കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജു ജയിലിലേക്ക്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ശിക്ഷാവിധി മരവിപ്പിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഇത് നേരത്തെ ആന്റണി രാജുവിനെതിരെ നടത്തിയ കോടതി പരാമർശങ്ങൾ അത് നീക്കണം എന്ന ആന്റണി രാജുവിൻ്റെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.